എക്സാലോജിക് ഇടപാട് കേസിൽ CMRL MD ശശിധരൻ കർത്തിയെ ED ചോദ്യം ചെയ്യുന്നു. ശശിധരൻ കർത്തിയുടെ ആലുവയിലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്യൽ. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എന്തുകൊണ്ടാണ്, അതായത് തുടർച്ചയായി ഹാജരാകാനുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചതോടെയാണ് വീട്ടിലെത്തിയുള്ള ചോദ്യം ചെയ്യൽ എന്നറിയുന്നു. ഒരു ഉദ്യോഗസ്ഥൻ കൂടി ചോദ്യം ചെയ്യലിന് വിധേയനാകുന്നുണ്ടോ? മാധു, എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ആലുവയിലെ CMRL MD ശശിധരൻ കർത്തിയുടെ വീട്ടിൽ നടക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി ആദ്യ സംഘമെത്തി, 1:30 രണ്ടാമത്തെ ED സംഘവും ഈ വീട്ടിലേക്ക് എത്തി. ഒരു ടീം അല്പം മുമ്പ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ഇപ്പോഴും ഉദ്യോഗസ്ഥർ ശശിധരൻ കർത്തിയുടെ വീട്ടിൽ തുടരുകയാണ്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സാലോജിക്കിലേക്കാണ് ഇനി അടുത്ത ഘട്ടമായി ഈ അന്വേഷണം എത്താനുള്ളത്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെയുള്ള അന്വേഷണമാണ് ഇനി അടുത്ത ഘട്ടമായി വരാനുള്ളത്. അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് ശശിധരൻ കർത്തയുടേതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇഡിക്ക് കൈമാറേണ്ടത് ശശിധരൻ കർത്ത തന്നെയാണ്. MD എന്ന നിലയിൽ അദ്ദേഹമാണ് ഈ കരാറിനും മറ്റ് കാര്യങ്ങൾക്കുമെല്ലാം മേൽനോട്ടം വഹിക്കുകയും അതിൻ്റെ അന്തിമമായ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IT റെയ്ഡിൽ നേരത്തെ ഈ ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറി, ആ ഡയറിയിൽ പല രാഷ്ട്രീയ നേതാക്കളുടെയും വിവരങ്ങളുണ്ട് എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ആ കാര്യങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി നൽകേണ്ടത് ശശിധരൻ കർത്ത തന്നെയാണ്. അതുകൊണ്ടാണ് ശശിധരൻ കർത്ത ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അതിന് കൂട്ടാക്കാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ആലുവയിലെ വീട്ടിലേക്ക് തന്നെ നേരിട്ടെത്തിയത്. ഇന്നലെയും അദ്ദേഹം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളടക്കം ഹാജരാക്കിക്കൊണ്ട് ഈ ചോദ്യം ചെയ്യൽ ഒഴിവാക്കാൻ, അതായത് ഓഫീസിൽ ഹാജരായുള്ള ചോദ്യം ചെയ്യൽ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇന്ന് രാവിലെയോടുകൂടി ആലുവയിലെ ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. വീട്ടിൽ വെച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശശിധരൻ കർത്ത നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി എക്സാലോജിക്കിലേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയിലേക്ക് അന്വേഷണം എത്തുക. ശരി, ബിനിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ശശിധരൻ കർത്തിയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്ത ED സംഘം.